കോഴിക്കോട് 22 വയസ്സുകാരന് പാമ്പ് കടിയേറ്റു. പൂനൂർ സ്വദേശിയായ മുഹമ്മദ് അൻസാറിനാണ് പാമ്പ് കടിയേറ്റത്. യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആകാശ് തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. ആകാശെ, വിവരങ്ങൾ പറയൂ ആകാശ്. സേതുലക്ഷ്മി, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ പൂനൂർ പ്രദേശം മലയോര മേഖലയാണ്. ഈ പ്രദേശത്ത് ഈ 22 വയസ്സുകാരനായ മുഹമ്മദ് അൻസാറിന് പാമ്പുകടി ഏൽക്കുന്നത്. ഇന്ന് കിടന്നുറങ്ങുമ്പോഴാണ് ഈ പാമ്പുകടി ഏറ്റിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാൾ ജനൽ തുറന്നിട്ടിരുന്നു. അതിനാൽ തന്നെ ജനൽ തുറന്നതിനാലായിരിക്കും ഒരുപക്ഷെ വീട്ടിലേക്ക്, അകത്തെ മുറിയിലേക്ക് പാമ്പ് കയറിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിഷമില്ലാത്ത പാമ്പായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. കൂടാതെ തന്നെ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. മലയോര മേഖലകളിൽ ഇത്തരം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഒരു സ്ത്രീക്ക്, ഇതേ പ്രദേശം താമരശ്ശേരി പ്രദേശത്ത് ഒരു സ്ത്രീക്കും ഇതുപോലെ തന്നെ സമാനമായി പാമ്പുകടി ഏറ്റിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ പേരാമ്പ്രയിലും ഒരു യുവതിക്കും പാമ്പുകടി ഏറ്റിട്ടുണ്ട്. ഇത് നിരന്തരം ഈ പാമ്പുകടി ഏൽക്കുന്ന സംഭവം ഈ മലയോര മേഖലകളും കോഴിക്കോടും ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. ഈ ചൂട് കാരണം ഈ പാമ്പുകളെല്ലാം തണുത്ത പ്രദേശങ്ങളിലേക്ക് മാറുന്നതാണ്, വീടിൻ്റെ ഉൾവശത്തേക്ക് ഉൾപ്പെടെ മാറുന്നതാണ്. വീടിൻ്റെ ഉള്ളിൽ പാമ്പെത്തുകയും ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ആളുകൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയുന്നു. വീടുകളുടെ ജനലും വാതിലും ഉൾപ്പെടെ അടച്ചിടുക, ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പം നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സമാനമായ രീതിയിൽ തന്നെ ഒരു യുവതിക്ക്, ഇന്നലെ പേരാമ്പ്രയിലെ ഒരു യുവതിക്ക് പാമ്പുകടി ഏറ്റിരുന്നു. അതും വീടിൻ്റെ ഉൾവശത്ത് വെച്ചായിരുന്നു പാമ്പുകടി ഏറ്റിരുന്നത്. അത് കൂടാതെ തന്നെ ഇന്നും ഈ പൂനൂർ താമരശ്ശേരി കുറ്റ്യാടിയിലെ ഒരു വീടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടി എന്നുള്ള വാർത്ത കൂടി ഉണ്ടല്ലോ. തീർച്ചയായും സേതുലക്ഷ്മി, അതും ഇന്ന് പുലർച്ചയോട് കൂടിയായിരുന്നു. ഈ കുറ്റ്യാടിയിലുള്ള രമേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് അഞ്ചോളം പാമ്പുകളെ പിടികൂടിയിട്ടുള്ളത്. ഈ 5ഉം വിഷപ്പാമ്പുകൾ തന്നെയാണ്. വീടിൻ്റെ ഉള്ളിലെ മുറിയിൽ വെച്ച് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. ആദ്യം ഒരു പാമ്പിനെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കാണുകയായിരുന്നു. പിന്നാലെ തന്നെ പരിശോധിച്ചപ്പോൾ 4 പാമ്പിനെ കൂടി കണ്ടെത്തി. അഞ്ചോളം കുട്ടികൾ ഉൾപ്പെടെ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ കിടപ്പുമുറിയിലായിരുന്നു ആദ്യം പാമ്പിനെ കാണുന്നത്. അതിനുശേഷം ഈ കുട്ടികളുടെ ശുചിമുറിയിൽ കയറി പരിശോധിച്ചപ്പോൾ അവിടെയും 4 പാമ്പോളം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഉണ്ടാവുന്നു. ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് പാമ്പ് കയറി ഇത്തരത്തിലുള്ള കടിയേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ കൃത്യമായി എല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാതിലും ജനലും ഉൾപ്പെടെ അടച്ചിടുക, പാമ്പ് വരാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നാദാപുരത്തെ ഒരു വിദ്യാർത്ഥിക്ക് നേരെ പാമ്പിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കുട്ടിയുടെ പാൻറ്റിനായിരുന്നു ഈ പാമ്പ് കടിച്ചിരുന്നത്. അതിനാൽ തന്നെയാണ് കുട്ടിക്ക് വലിയ പരിക്കുകൾ ഇല്ലാതിരുന്നത്. അതും പാമ്പ് ഈ സ്കൂട്ടറിന് പിന്നാലെ നിന്ന് വന്നായിരുന്നു കടിച്ചത്. അതുപോലെ തന്നെയായിരുന്നു ഈ പാമ്പ് ശല്യം അതിരൂക്ഷമാണ്.